എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ആ തീരുമാനം കേരള ജനതയ്ക്കൊപ്പം ഞങ്ങളും അംഗീകരിക്കുകയാണ്. മുസ്ലിം ലീഗ് പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്നു. ഒരു നല്ല ഭരണം നടത്തുവാൻ തീർച്ചയായിട്ടും സതീശന് സാധിക്കും. ടീം UDF ആണല്ലോ സതീശൻ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സമയങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ്. തീർച്ചയായിട്ടും ടീം UDFൻ്റെ തന്നെ ഒരു ഭരണമായിരിക്കും ഇനി അടുത്ത 5 വർഷക്കാലം ഇനി തുടർന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആഹ്ലാദങ്ങളും പങ്കുവെക്കുകയാണ്. സ്വാഭാവികമാണല്ലോ. AICC ആണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. MP-മാർ, MLA-മാർ, എല്ലാ ജനാധിപത്യ പ്രക്രിയകളും അവർ വിശദമായിട്ട് തന്നെ അവർ ചർച്ച ചെയ്തു. ഞങ്ങൾ ഘടകകക്ഷികളുടെ തീരുമാനവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ഒന്നിലേറെ തവണ അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഖാർഗെജി ഞങ്ങളൊക്കെ വിളിച്ചു, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാ ജനാധിപത്യ പ്രക്രിയയും പൂർത്തീകരിക്കാൻ കുറച്ച് സമയമെടുത്തു എന്ന് മാത്രം, അതല്ലാതെ മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനവിധി ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ജനവിധിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. തങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു. അല്ല ഇനി ഒരു അക്ഷരം കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഒരക്ഷരം കൂട്ടിച്ചേർക്കേണ്ടതില്ല. തങ്ങൾ ഇന്ന് പറയാനുള്ളത് പരിപൂർണമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയൊക്കെ ഒന്ന് യോഗം ചേരുന്നുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ടെ അതിനുശേഷം ഞങ്ങൾ നിങ്ങളോട് പറയാം. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മൊത്തം ഒരു കാര്യം വളരെ വിശദമായി തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം നമുക്ക് ബാക്കി ഒരുപാട് എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളല്ലേ. ഇപ്പൊ രാഷ്ട്രീയമായി പറയേണ്ടത് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇനി കൂടുതൽ അതിന് വിശദീകരണം ആവശ്യമില്ല. അതുകൊണ്ട് അത് വൈകാതെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കും. മിക്കവാറും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനിപ്പോൾ മന്ത്രിമാരും എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാവുമോ ഘടകകക്ഷി നേതാക്കൾ മാത്രമാണോ എന്നറിയുകയില്ല. ഏതായാലും വൈകാതെ തന്നെ ലീഗിന്റെ മന്ത്രിമാരെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. ഇപ്പൊ ഇന്നത്തേക്ക് ആവശ്യമുള്ളതൊക്കെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കൂടുതൽ എന്താണ് പിന്നെ അത് തങ്ങൾ മറുപടി പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അതാണ് പറഞ്ഞത്. ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് തങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വൈകുന്നേരം യോഗം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഡേറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങളെ അറിയിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഡേറ്റ് അതിനനുസരിച്ച് ഞങ്ങളും അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന്റെ ഫോർമാലിറ്റി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കും. ബാക്കി ഘടകകക്ഷികൾ അവർ ബന്ധപ്പെടും. നിയുക്ത മുഖ്യമന്ത്രി ബന്ധപ്പെടും. അപ്പോൾ പിന്നെ അതിന്റെ ഫോർമാലിറ്റി ഗവർണർക്ക് കത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ പ്രൊസീജിയറാണ്. അതതിന്റെ മുറക്ക് നടക്കും. ഇപ്പം ഈ ഘട്ടത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് അതന്നെ പുറപ്പെടേണ്ട എപ്പോഴാന്ന് വൈകുന്നേരം അവർ വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.